കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ഇപ്പോൾ കഥാസാഗരം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ബോണി ജെ ബേസിൽ. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഞാൻ ബോണിയാണ്. കഥാസാഗരത്തിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. കഥാസാഗരം ആദ്യമായിട്ട് കേൾക്കുന്നവർക്ക് വേണ്ടി പറയുകയാണ്, കഥാസാഗരം കഥകളുടെ പരിപാടിയാണ്. ഓരോ എപ്പിസോഡിലും ഓരോ കഥ കേൾക്കാം. നാടോടി കഥകളും മുത്തച്ഛ കഥകളും ഇതിഹാസങ്ങളും പുരാണങ്ങളും ഐതിഹ്യ കഥകളും എല്ലാം ഇതിലൂടെ കടന്നു വരുന്നു. അപ്പോൾ ഇന്ന് ഞാനൊരു ആനക്കഥയാണ് പറയാൻ പോകുന്നത്. ആനക്കഥയെന്ന് പറയുമ്പോൾ വളരെ രസകരമാണ് അല്ലേ? നമ്മുടെ ഐതിഹ്യ മാലയിൽ നിന്നെടുത്ത ഒരു ആനക്കഥ. പലർക്കുമൊക്കെ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും, ചിലപ്പോൾ ഇതറിയാവുന്നവർ പലരും ഉണ്ടായിരിക്കാം. എന്നാലും ഒരിക്കൽ കൂടി കേട്ടോളൂ. ആനകൾ നമ്മുടെ ഒരു സംസ്കാരത്തിൻ്റെ നമ്മുടെ ഒരു സാംസ്കാരിക ഭൂപടത്തിൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ ആ ആനയെ അല്ലേ നമ്മുടെ ഉത്സവങ്ങളിലും പൂരത്തിനും എല്ലാ പരിപാടികൾക്കുമൊക്കെ ഒഴിച്ചുകൂടാനാവാത്ത ഒരു ഘടകമാണ് ആന. ഇന്ന് ആനകൾ അതിക്രൂരമായ പീഡനത്തിനുമൊക്കെ ഇരയാവുന്നുണ്ട്. കാലാവസ്ഥാ വ്യതിയാനമൊക്കെ സംഭവിച്ച ഒരു പരിതസ്ഥിതിയിലും ഇന്ന് ആനകൾ നമ്മുടെ നാട്ടാനകൾ വളരെ വലിയ പ്രതിസന്ധികളാണ് ഓരോ ദിവസം തരണം ചെയ്യുന്നത്. ചൂടായാലും അതൊക്കെ തന്നെ അവർക്ക് അനുയോജ്യമല്ലാത്ത ജീവിത സാഹചര്യത്തിൽ വളരേണ്ട ഒരു അവസ്ഥയൊക്കെ അവർക്കുണ്ട്. എന്തായാലും ഞാൻ അതിലോട്ടൊന്നും കിടക്കുന്നില്ല, നമുക്ക് കഥയിലോട്ട് കിടക്കാം. കേട്ടോളൂ. പരദേശികളിൽ നിന്നും നിസ്സാര വിലയ്ക്ക് വാങ്ങിയ ഒരാന ഒരു നാടിൻ്റെ വിലമതിക്കാനാവാത്ത നിധിയായി മാറിയ കഥയാണിത്. പ്രശസ്തമായ പന്തളം ദേശത്തെ പ്രധാന ക്ഷേത്രമായ പന്തളം മഹാദേവ ക്ഷേത്രത്തിൽ ഒരാനയെ വാങ്ങുവാൻ ആഗ്രഹിച്ചിരുന്ന സമയം ആ വഴി 4 കൊമ്പന്മാരെയും കൊണ്ട് ചില പരദേശികൾ വന്നു. പശുക്കളെ എന്ന പോലെ കയറിട്ട് വലിച്ചാണ് അവർ ആനകളെ കൊണ്ട് നടന്നിരുന്നത്. ആനപ്പുറത്ത് കയറി പുറംതിരിഞ്ഞുള്ള വിചിത്രമായ വരവ് കണ്ട് ദേശവാസികൾ ചിരിച്ചു. വിശാലമായ പന്തളം ക്ഷേത്ര മൈതാനത്തിനരികിൽ ആനയെ നിർത്തി വിശ്രമിക്കുന്ന കച്ചവടക്കാരുടെ പക്കലുള്ള കുട്ടിയാനയ്ക്ക് വില പറയാൻ നാട്ടുകാർ തുനിഞ്ഞു. പാദരോഗമുള്ളതും തീരെ മെലിഞ്ഞുണങ്ങിയതുമായ അതിന് പക്ഷേ വലിയ വിലയാണ് കച്ചവടക്കാർ ചോദിച്ചത്. അവരുടെ വില കുറച്ചധികമായതിനാൽ വാങ്ങാനാവാതെ നിരാശരായി തീർന്നു നാട്ടുകാർ. പന്തളം നീലകണ്ഠസ്വാമിക്ക് അവനെ വിട്ടുകളയാൻ സമ്മതമില്ലാതെ ഇരുന്നതിനാലാവണം പിറ്റേന്ന് നമ്മുടെ കുട്ടിയാന കുറച്ചു ദൂരം നടന്ന ശേഷം പിന്നെ നടക്കാൻ മടി കാണിച്ചു. പരദേശികൾ വിദ്യകളൊന്നായി പ്രയോഗിച്ചിട്ടും ആനക്കുട്ടി ഒരടി പോലും മുന്നോട്ട് നീങ്ങിയില്ല. ഒടുവിൽ അവർ കിട്ടിയ വിലയ്ക്ക് അതിനെ കൈ ഒഴിഞ്ഞ് സ്ഥലം വിട്ടു. കരപ്രമാണിയായ തോട്ടത്തിൽ ഉണ്ണിത്താൻ്റെ നേതൃത്വത്തിൽ അവനെ നടക്കിരുത്തി നീലകണ്ഠൻ എന്ന് പേരിട്ടു. ക്ഷേത്രത്തിന് സമീപം ഒരു ആനക്കൂട് തീർത്ത് അതിനകത്ത് കയറ്റി. ഇടവും വലവും പരിശോധിച്ച് അതിനെ യോഗ്യമാക്കിയത് ഉണ്ണിത്താനായിരുന്നു. താമസിക്കാതെ മാധവശാരും ഗോവിന്ദശാരും അവൻ്റെ പാപ്പാന്മാരായി ചുമതല ഏൽക്കുകയും ചെയ്തു. ലക്ഷണങ്ങളെല്ലാം തികയുക പലപ്പോഴും അസാധ്യമാണ്. നമ്മുടെ ചങ്ങാതിക്കും അതാണ് ഉണ്ടായത്. അവൻ മോഴയായിരുന്നു, അതായത് കൊമ്പ് വളർച്ചയില്ലാത്ത കൊമ്പനാണ്. അവൻ്റെ ആരാധകരുണ്ടോ വെറുതെ ഇരിക്കുന്നു. അവർ അവന് വെള്ളി കൊണ്ട് 2 കൊമ്പുകൾ പിടിപ്പിച്ചു കൊടുത്തു. അവന് പക്ഷേ അവ തീരെ പിടിച്ചില്ല. അവനത് കുത്തി ഓടിച്ചു കളഞ്ഞു. പാലമരം ചെത്തിമിനുക്കി ചായം പൂശിയ കൊമ്പുകളാണ് പിന്നീട് അവന് കിട്ടിയത്. അവ നമ്മുടെ കഥാനായകന് തികച്ചും ബോധിച്ചു. മരണം വരെ ആ കൊമ്പുകൾ നീലകണ്ഠൻ്റെ ശരീരത്തിൻ്റെ ഭാഗമായി വിളങ്ങി നിന്നു. പിതൃതുല്യനായ മാധവശാരുടെ കീഴിൽ ഒരാട്ടിൻകുട്ടിയെപ്പോലെ വളർന്നു നീലകണ്ഠൻ. അവർക്കിടയിൽ അടിപിടി കലഹങ്ങളില്ല, വഴക്കുകളില്ല, തികച്ചും ശാന്തമായ സ്നേഹബന്ധം. അയാൾ കഴിക്കുന്നതിൽ ഒരു വീതം നിർബന്ധമായും അവന് കൊടുത്തിരിക്കും. അത് മദ്യമായാലും ശരി, മറ്റെന്തായാലും ശരി. എന്നാൽ ഗോവിന്ദഷാ അത്തരക്കാരനായിരുന്നില്ല. ഏത് വിധേനയും പണമുണ്ടാക്കുക മാത്രമായിരുന്നു അയാളുടെ ലക്ഷ്യം. അടിച്ചും ഇടിച്ചും അയാൾ ആനയെ വല്ലാതെ കഷ്ടപ്പെടുത്തി.
ഉണ്ണിത്താൻ്റെ സ്നേഹപരിലാളനകൾ ഏറ്റുവാങ്ങി കഴിയവേ അപ്രതീക്ഷിതമായി ഒരപകടം സംഭവിച്ചു. ഗോവിന്ദശാർ ആനയെ കുളിപ്പിക്കുമ്പോഴായിരുന്നു സംഭവം. തേച്ചുരച്ചുള്ള വിസ്തരിച്ച കുളി നിരീക്ഷിച്ചുകൊണ്ട് തെല്ലരികിൽ ഉണ്ണിത്താനും ഉണ്ടായിരുന്നു. ഉണ്ണിത്താൻ ഉള്ളതിൻ്റെ ധൈര്യത്തിൽ ആന ചില്ലറ കുസൃതികൾ കാട്ടി. കോപിച്ച് ഗോവിന്ദശാർ നല്ലൊരു തല്ലു കൊടുത്തു. ഉടൻ തന്നെ നീലകണ്ഠൻ തുമ്പിക്കായി കൊണ്ട് അയാൾക്കൊരു തട്ട് കൊടുത്തു. അഭ്യാസിയായ ഗോവിന്ദശാർ ഉടൻ മാറിക്കളഞ്ഞു. തുമ്പിക്കായി കൊണ്ടുള്ള അടികൊണ്ടത് നമ്മുടെ പാവം ഉണ്ണിത്താനായിരുന്നു. പ്രാണവേദനയോടെ പുളഞ്ഞ ഉണ്ണിത്താൻ ഒരുവിധം ഓടിയും നടന്നും വീട്ടിലെത്തി കട്ടിലിൽ കയറി കിടന്നു. ആ കിടന്ന കിടപ്പിൽ തന്നെ ഒരാഴ്ച കിടന്നു. ആ സാധു പിന്നെ എഴുന്നേറ്റില്ല. ഉണ്ണിത്താൻ്റെ അവസ്ഥ നീലകണ്ഠനെ പ്രകോപിതനാക്കി. കനത്ത ചങ്ങലകളാൽ മാധവശാർ അവനെ ഒരുവിധം ബന്ധിച്ചു. തൻ്റെ കൈപ്പിഴയിൽ മനംനൊന്ത് അവൻ തീറ്റയെടുക്കാതെ വെള്ളം കുടിക്കാതെ 3 ദിവസം നിന്നു. മാധവശാരുടെ നിർബന്ധവും സ്നേഹവും മൂലമാണ് 4-ാം ദിവസം അവൻ തീറ്റയെടുത്തത്. ഉണ്ണിത്താൻ്റെ മരണം ഗോവിന്ദശാരെ സന്തോഷിപ്പിച്ചു. അയാൾ ആനയെക്കൊണ്ട് കഠിനമായ ജോലികൾ ചെയ്യിക്കാൻ തുടങ്ങി. പലപ്പോഴും മാധവശാർ ഇതൊന്നും അറിഞ്ഞിരുന്നില്ല. ഒരു ദിവസം ഗോവിന്ദശാർ അവനെക്കൊണ്ട് പുഴയിൽ കിടന്നിരുന്ന ഒരു തടി വലിപ്പിച്ച് കരയ്ക്ക് കയറ്റി. മണലിലൂടെ തടി വലിക്കാൻ പ്രയാസം തോന്നിയ നീലകണ്ഠൻ വക്ക വിട്ട് മാറി നിന്നു. ഗോവിന്ദശാർ മർമ്മം നോക്കി ഊക്കിനൊരു അടി കൊടുത്തു. നീലകണ്ഠന് നല്ലവണ്ണം വേദനിച്ചു. അവൻ അയാളെ തുമ്പിക്കൈയിൽ കോരിയെടുത്ത് താഴെ കിടത്തി നെഞ്ചിൽ ആഞ്ഞു ചവിട്ടി. നെഞ്ചും കൂട് തകർന്ന് അയാൾ മരിച്ചു. മാധവശാർ ഓടിയെത്തി. അനുജനെ കൊന്ന് കൊലവിളിച്ച് നിൽക്കുന്ന ആനയെ അയാൾ സ്നേഹപൂർവ്വം വിളിച്ചു. ഭ്രാന്തി പിടിച്ചലറി നിന്ന ആ കൊമ്പൻ ഒരാട്ടിൻ കുഞ്ഞിനെ പോലെ ശാന്തനായി അയാൾക്കൊപ്പം മടങ്ങി. അവൻ അനുസരണയോടെ ചെന്ന് ഒരു മരത്തോട് ചേർന്ന് നിന്നു. മാധവശാർ അവനെ തളച്ചു. മാധവശാരുടെ കുടുംബാംഗത്തെ പോലെ കഴിഞ്ഞിരുന്ന നീലകണ്ഠൻ അവനെക്കൊണ്ടാവും വിധം വീട്ടുകാരെ സഹായിച്ചിരുന്നു. പലപ്പോഴും എവിടെ നിന്നെങ്കിലും ഉണക്ക മരത്തടികൾ അവൻ വീട്ടിലെത്തിച്ച് കൊടുക്കുമായിരുന്നു. ഒരു ദിവസം നീലകണ്ഠൻ മാധവശാർക്കൊപ്പം നടന്നു വരികയായിരുന്നു. അപ്പോൾ മാധവശാർ ഒരു കാഴ്ച കണ്ടു. 3-4 ആനകൾ കിണഞ്ഞ് ശ്രമിച്ചിട്ടും വലിയൊരു തേക്ക് തടി നദിയിൽ നിന്ന് കയറ്റാനാവുന്നില്ല. ഉടമസ്ഥനായ സായിപ്പ് വിഷമിച്ച് നിൽക്കവേ തക്കതായ പ്രതിഫലം തന്നാൽ തൻ്റെ ആന തടി വലിച്ചു തരുമെന്ന് മാധവശാർ പറഞ്ഞു. അതുപ്രകാരം വക്ക കെട്ടിക്കൊടുത്ത ഉടനെ നീലകണ്ഠൻ നിസ്സാരമായി ആ വലിയ തടി വലിച്ചു കയറ്റി ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചു. സന്തോഷത്തോടെ സായിപ്പ് പണത്തിന് പുറമെ മറ്റ് സമ്മാനങ്ങൾ മാധവശാർക്കും പഴവും ശർക്കരയും നാളികേരവും നീലകണ്ഠനും നൽകി. സമർത്ഥനായ ഈ ആനയെ തനിക്ക് കിട്ടിയാൽ കൊള്ളാമെന്നായി ഒടുവിൽ സായിപ്പിന്. താനടക്കമുള്ള പന്തള ദേശത്തെ 12 കരക്കാരും സമ്മതിച്ചാലേ അത് നടക്കൂ. അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല എന്ന് മാധവശാർ തീർത്തു പറഞ്ഞു. നീലകണ്ഠനെ ഉപദ്രവിച്ചവരെ അവൻ വെറുതെ വിടാറില്ല. എറിഞ്ഞാൽ തിരിച്ചെറിയുമെന്ന് വന്നപ്പോൾ ആരും അവനെ എറിയാതായി. അവനെ കല്ലെടുത്തെറിഞ്ഞ പലർക്കും തിരിച്ചുള്ള ഏറുകൊണ്ട് മുറിവും ഒടുവും ഉണ്ടായിട്ടുമുണ്ട്. സ്നേഹിക്കുന്നവരെ ആകട്ടെ അവൻ തിരിച്ച് സ്നേഹിക്കുമായിരുന്നു. ഒരിക്കൽ മതമിളകി ഓടിയ അവൻ്റെ മുന്നിലകപ്പെട്ട ഒരു കൊച്ചുകുട്ടിയെ അവൻ സാവധാനം താങ്ങിയെടുത്ത് വീട്ടിലെത്തിച്ചത് കണ്ട് ആളുകൾ അന്തം വിട്ടു. ഒന്നും അറിയാത്ത കൊച്ചുകുട്ടികളെ അവൻ പലപ്പോഴും വേദനിപ്പിക്കാതെ തൻ്റെ തുമ്പിക്കരത്തിൽ താങ്ങിയെടുക്കാറുണ്ട്. കുട്ടികൾ സന്തോഷത്തോടെ അവൻ്റെ തുമ്പിയിലിരുന്ന് ഊഞ്ഞാലാടും. എത്ര മതമിളകി ഓടുന്ന സമയത്തായാലും കൃഷി ചെയ്തിരുന്ന ചേന, വാഴ, കപ്പ മുതലായവയൊന്നും അവൻ നശിപ്പിക്കില്ല. എന്നാൽ ദേവസ്വം സ്ഥലം വാടകയ്ക്കെടുത്ത് കൃഷി ചെയ്തിരുന്ന നെല്ലും കരിമ്പും ചിലപ്പോഴൊക്കെ അവൻ വയറ്റിലാക്കിയെന്നും വരാം. ഉടൽ നീളവും ഉയരവും മസ്തകവിരുവും ദേഹപുഷ്ടിയും ഒത്തിണങ്ങിയ നീലകണ്ഠൻ ഒട്ടുമിക്ക ക്ഷേത്രങ്ങളിലെയും തിടമ്പ് വഹിച്ചിട്ടുണ്ട്. ആറുമുള്ള വലിയ ബാലകൃഷ്ണനെ പോലുള്ള വലിയ കൊമ്പന്മാർ പോലും അവനു മുന്നിൽ നിസ്സാരമായിരുന്നു.
മാധവശ്ശാരുടെ സ്നേഹലാളനകൾ ഏറ്റുവാങ്ങി പിന്നെയും കുറേ കാലം കൂടി കടന്നുപോയി. അവനരികിൽ മാധവശ്ശാരെത്തിയാൽ ആ ആന വെറും പശുക്കിടാവായി മാറും. പ്രായാധിക്യവും ഇടക്കാലത്ത് പിടിപെട്ട വസൂരി രോഗവും മൂലം അവശത അനുഭവിച്ച് മാധവശ്ശാർ മരിച്ച വാർത്ത നീലകണ്ഠന് താങ്ങാനായില്ല. 7 ദിവസമാണ് അവൻ ജലപാനമില്ലാതെ കണ്ണീർ വാർത്ത് നിന്നത്. ആർക്കും ആനയെ അഴിക്കാൻ ധൈര്യമില്ലാത്ത സ്ഥിതിയിൽ രാമശാർ എന്നൊരാൾ സ്നേഹപൂർവ്വം അവനരികിലെത്തി ചങ്ങലയഴിച്ച് ആറ്റിലിറക്കി വെള്ളം കുടിപ്പിച്ചു. നനച്ചു തേച്ച് കുളിപ്പിച്ച് ക്ഷേത്രത്തിലെത്തിച്ച് പ്രസാദവും ചോറും മറ്റും നൽകി. കന്നാമോടി എന്നു പേരുള്ള ഒരു ദുഷ്ടനാണ് നീലകണ്ഠന് പുതിയ പാപ്പാനായി വന്നത്. പാപ്പാന്റെ ഉപദ്രവം വർദ്ധിച്ചു വന്നപ്പോൾ ഒരു ദിവസം നീലകണ്ഠൻ അയാളെ നിലത്ത് തള്ളിയിട്ട് ഒരു കാലിൽ ചവിട്ടിപ്പിടിച്ച് വലിച്ചു കയറി. പിന്നീട് വന്ന നാരായണാശാരും കന്നാമോടിയുടെ സ്വഭാവക്കാരനായതിനാൽ അയാൾക്കും അതേ ഗതിയാണുണ്ടായത്. മാറി മാറി വന്ന പാപ്പാന്മാരിൽ പലരും അവൻ്റെ ചോരയും നീരും ഊറ്റിക്കുടിച്ചു. പപ്പു എന്ന പാപ്പാൻ മാത്രം വ്യത്യസ്തനായിരുന്നു. അയാൾ അവന് ആവശ്യം പോലെ തീറ്റയും വെള്ളവും കൊടുത്തു. മരുന്നും മറ്റുമായി അവനെ സംരക്ഷിച്ച് പഴയപടി കരുത്തുള്ള കരിവീരനാക്കി മാറ്റി. പന്തളത്ത് തേവരെ ശിരസിലേന്തി ക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങിയാൽ 12 കരകളിലെ ഓരോ വീട്ടിലും ചെന്ന് പറയെടുത്ത് മടങ്ങാൻ നീലകണ്ഠന് വലിയ ഇഷ്ടമാണ്. ഭഗവാന്റെ തിടമ്പ് വഹിക്കുന്നതിൻ്റെ അഭിമാനവും ഗൃഹാംഗങ്ങളുടെ സൽക്കാരവും അവൻ നന്നായി ആസ്വദിച്ചിരുന്നു. മറ്റാർക്കും വഴിതെറ്റിയാലും നീലകണ്ഠന് വഴിതെറ്റുകയില്ല. നീലകണ്ഠൻ സമ്പാദിച്ചു കൊടുത്ത പണം ഉപയോഗിച്ച് ക്ഷേത്രം പുതുക്കി പണിയുകയും ഒരു കുട്ടിക്കൊമ്പനെ വാങ്ങുകയും ചെയ്തു. കൊച്ചയ്യപ്പൻ എന്ന കുട്ടിയാന നീലകണ്ഠന് മകനെപ്പോലെയാണ്. എന്ത് കിട്ടിയാലും ആദ്യം ആ കുറുമ്പന് നൽകിയിട്ടേ നീലകണ്ഠൻ രുചിച്ചു നോക്കുക പോലുമുള്ളൂ. കൊച്ചയ്യപ്പന് കൊടുക്കാതെ ആരും തനിക്കൊന്നും തരേണ്ട എന്നാണ് നീലകണ്ഠൻ്റെ ഭാവം. പക്ഷേ ആ സൗഹൃദം അധികം നീണ്ടില്ല. വിഷബാധയേറ്റ് ആ കുട്ടിയാന ചരിഞ്ഞത് നീലകണ്ഠനെ ദുഃഖത്തിലാഴ്ത്തി. ഊണും ഉറക്കവുമില്ലാതെ ആ വിയോഗ ദുഃഖം അവൻ ഏറ്റുവാങ്ങി. ഏറ്റവും ഒടുവിലായി അവൻ്റെ കൊമ്പ് പിടിച്ചത് കുമാരപിള്ള എന്ന പാപ്പാനായിരുന്നു. അത്യാഗ്രഹിയും പൊങ്ങച്ചക്കാരനും ദുഷ്ടനുമായ അയാൾ നീലകണ്ഠനെ കണ്ടമാനം ദ്രോഹിച്ചു. ആയുസിൻ്റെ ബലം കൊണ്ട് മാത്രമാണ് അയാൾ രക്ഷപ്പെട്ടതത്രേ. അടിയും കുത്തും കൊടുത്ത് എടുത്താൽ പൊങ്ങാത്ത ജോലികൾ കുമാരപിള്ള അവനെ കൊണ്ട് ചെയ്യിപ്പിച്ചു. അപകട സാധ്യത കണക്കിലെടുക്കാതെ കൊടുങ്കാട്ടിൽ കൂറ്റൻ തടികൾ വലിപ്പിച്ച് ആനയെ കഷ്ടപ്പെടുത്തി. മർമ്മസ്ഥാനത്തുള്ള കുമാരപിള്ളയുടെ അടികൾ പലപ്പോഴും ആനയ്ക്ക് താങ്ങാൻ കഴിഞ്ഞിരുന്നില്ല. പെരിയാറിൻ്റെ തീരത്തുള്ള തോട്ടത്തിൽ വെച്ച് അവൻ ഒന്നിടഞ്ഞു. അതവൻ്റെ അന്ത്യത്തിലാണ് കലാശിച്ചത്. തോട്ടമുടമസ്ഥൻ്റെ വെടിയാണോ പാപ്പാൻ്റെ അടിയാണോ മരണകാരണം എന്ന് ഈശ്വരനറിയാം. ഏതായാലും ആയുസ് തികയും മുമ്പ് തൻ്റെ ലോകവാസം മതിയാക്കി മടങ്ങി ഗജവീരനായ പന്തളം നീലകണ്ഠൻ. എത്രയുമാണ് കഥ. ഒരു നീണ്ട ആനക്കഥയാണ്. ഐതിഹ്യമാലയിൽ നിന്ന് എടുത്തതാണ്. ഐതിഹ്യമാലയിലെ ആനക്കഥകൾ എന്ന പുസ്തകത്തിൽ നിന്ന് എടുത്തതാണ്. ഹരീഷ് ആർ നമ്പൂതിരിപ്പാടാണ് ഈ പുസ്തകം രചിച്ചത്. എന്തായാലും ആനകളുടെ കാര്യം വലിയ കഷ്ടത്തിൽ തന്നെ, വലിയ മാറ്റമൊന്നുമില്ല. ഇന്നും ഉത്സവങ്ങൾ നടക്കുന്നു. നമ്മുടെ സാംസ്കാരിക പരിപാടികളിലും ഉദ്ഘാടനങ്ങളിലും അല്ലെങ്കിൽ മിക്ക പരിപാടികളിലും ആന ഒരു അഭിവാജ്യ ഘടകമാണ്. ആന തുടക്കത്തിൽ സൂചിപ്പിച്ചു, ആന ജീവിക്കേണ്ട പ്രകൃതിയിലല്ല ആന ജീവിക്കുന്നത്. ആനയ്ക്ക് ഒട്ടും യോജിക്കാത്ത ഒരു പരിതസ്ഥിതിയാണ് ഇപ്പോൾ ആന ജീവിക്കുന്നത്. നാട്ടിൽ വരിക എന്ന് പറയുമ്പോൾ ഇന്നത്തെ നാട് പണ്ടത്തെ നാട്ടിനേക്കാളും ഏറെ വികസിച്ച് ഒരു കോൺക്രീറ്റ് വനമൊക്കെയായി മാറിയിരിക്കുകയാണ്. തൊട്ടാൽ പൊള്ളുന്ന ചൂടുള്ള താറിട്ട റോഡുകളും വൃക്ഷങ്ങളുടെ തണൽ ഒട്ടുമില്ലാത്ത റോഡിൻ്റെ ഇരുവശങ്ങളും പൊള്ളുന്ന അവസ്ഥയാണ്. മനുഷ്യർക്ക് തന്നെ പൊള്ളുന്നു. പിന്നെ ആനയുടെ കാര്യം പറയേണ്ടതുണ്ട്. ആനയുടെ ശരീരം കാണുന്ന കണക്കല്ല, എൻ്റെ പാദം വളരെ സോഫ്റ്റാണ്, വളരെ നിർമ്മലമായ ആ പാദം. എന്തായാലും ഇതാണ് ആനയുമായിട്ട് ബന്ധപ്പെടുത്തി പറയാനുള്ളത്. തൽക്കാലം വിടവാങ്ങുകയാണ്. അടുത്ത എപ്പിസോഡിൽ നമുക്ക് പുതിയൊരു കഥയും പുതിയ കുറച്ച് വിശേഷങ്ങളുമായി വീണ്ടും കേട്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ. സൈനിങ് ഓഫ്, ബോണി.
കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ നിങ്ങളിപ്പോൾ കേട്ടത് കഥാസാഗരം. തയ്യാറാക്കി അവതരിപ്പിച്ചത് ബോണി ജെ ബേസിൽ.